വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകരയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഗോപന്റെ കല്ലറ തുറന്നു. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തി. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനും പ്രദീപ് പാറശാലയും ചേരുന്നു. ആദ്യം നമ്മൾ വിഷ്ണു കരുണാകരനിലേക്ക് പോകുന്നു. വിഷ്ണു, എന്തായാലും വലിയ വാദങ്ങൾക്കപ്പുറം ഹൈക്കോടതി വരെ എത്തിയ ആ ഒരു കേസ് ഇപ്പോൾ പിന്നീട് കല്ലറ തുറന്നു. കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. നടപടികൾ പുരോഗമിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും കാളിദാസൻ ഇവിടെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഈ രാവിലെ തന്നെ പോലീസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരുന്നു. ഇവിടെ പ്രതിഷേധം കണക്കിലെടുത്ത് പലയിടങ്ങളിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തും ഇപ്പോൾ ഒരു ശക്തമായ പോലീസിന്റെ സംരക്ഷണത്തിലാണ്. അതോടൊപ്പം തന്നെ കല്ലറ പൊളിച്ച് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം, അതായത് പോലീസിന് വ്യക്തമായത് ഈ മക്കൾ പറയുന്ന മൊഴി, അതായത് അതുമായി ബന്ധപ്പെട്ട് ചേർച്ചയുണ്ട്. അതായത് ഈ പത്മാസനത്തിലായിരുന്നു ഇരുന്നത്. അതോടൊപ്പം ഈ മൃതദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും, നേരത്തെ സൂചിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ വ്യക്തമാണ്. എന്നാൽ അതിൽ ഇപ്പോൾ ഒരു സംശയമുള്ളത് ഈ ദുരൂഹത നീക്കണം എന്നുള്ള കാര്യത്തിലാണ്. അതായത് ഇത് എങ്ങനെയാണ് മരിച്ചതാകാം എന്നുള്ള കാര്യത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ മക്കൾ എങ്ങനെയാണ് മൊഴി നൽകിയത്, അതുപോലെ തന്നെയായിരുന്നു ഏറെക്കുറെ കാര്യങ്ങൾ. എന്നാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഈ പ്രദേശത്ത് വെച്ച് തന്നെയാണ്. പക്ഷേ മൃതദേഹത്തിന്റെ സാഹചര്യം വെച്ചിട്ട് ഇതിനെ ആശുപത്രിയിലേക്ക് നീക്കി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ പോലീസ് ആ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണോ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് കാര്യങ്ങൾ നടത്താൻ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കല്ലറ പൊളിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. ഏതായാലും ഇത് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. ഇപ്പോൾ പോലീസ് സ്ഥലത്ത് ഉണ്ട്. മാധ്യമങ്ങളെ അടക്കം ഒരല്പം മാറിയാണ് നിലനിർത്തിയിട്ടുള്ളത്. കൃത്യമായി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഗോപന്റെ മൃതദേഹം ഈ കല്ലറയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു പൂർണ്ണത വന്നിട്ടുണ്ട്. മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കാണാതായി എന്നുള്ള കാര്യത്തിലായിരുന്നു കേസ് എടുത്തിരുന്നത്. എന്നാൽ അതിന് പകരം ഇപ്പോൾ മരണവാർത്ത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. തീർച്ചയായും. എന്തായാലും മക്കളുടെ മൊഴി പ്രകാരം ഒരു പകുതി ശരിയാണെന്ന് പറയാം. കാരണം ഇത്തരത്തിൽ അല്ലെങ്കിൽ സമാധിയായി എന്നുള്ള തരത്തിലായിരുന്നു പറഞ്ഞത്. അത് മരിച്ചു എന്നിപ്പോഴും മക്കളടക്കം സമ്മതിച്ചിട്ടില്ല. എന്തായാലും സമാധിയായി, അച്ഛൻ അവിടെ നടന്നു പോയി എന്നുള്ള തരത്തിലൊക്കെയാണ് മക്കളും മൊഴി നൽകിയത്. എന്തായാലും മരിച്ച ഒരാളുടെ മൃതദേഹം അത്തരത്തിൽ ഒരു ചമ്രം മടഞ്ഞിരിക്കുന്ന ഒരു തരത്തിലേക്ക് മാറ്റാൻ സാധിക്കില്ല. എന്തായാലും ഇനി വരുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും എങ്ങനെയാണ് മരിച്ചത് എന്നറിയാവുക. എന്തായാലും മക്കൾ പറഞ്ഞതൊരു പകുതി ശരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം, അല്ലേ വിഷ്ണു? തീർച്ചയായിട്ടും കാളിദാസൻ, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതായത് മക്കൾ മൊഴി നൽകിയത് പത്മാസനത്തിലാണ് ഇരുന്നത്, സുഗന്ധദ്രവ്യങ്ങൾ വിതറിയിരുന്നു, അതോടൊപ്പം ഭസ്മം അടക്കമുള്ള കാര്യങ്ങൾ ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഈ സ്ലാബ് ഇട്ട് മൂടിയത് എന്നുള്ള കാര്യത്തിൽ അത് കൃത്യമായി വ്യക്തമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത് പോയി ഇരുന്നു എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. അടുത്ത ബന്ധു തന്നെ വ്യക്തമാക്കിയിരുന്നു. നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അദ്ദേഹത്തിന്. അത് കിടപ്പിലായിരുന്നത് കൊണ്ട് തന്നെ അതിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട്. അതായത് കൃത്യമായും പറയുകയാണെങ്കിൽ ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമാണ്, റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാനാകൂ. ഏതായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആ ഒരു ഇരിപ്പ് വശത്തിലേക്ക്, അതായത് ഈ ചമ്രം അണിഞ്ഞിരുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് പത്മാസനം, ആ ഒരു രീതിയിലേക്ക് ഇരുന്നത് മരണസമയത്തെ ശേഷം, ആ ഒരു സമയം തന്നെ വളരെ വേഗത്തിൽ അങ്ങനെ ചെയ്ത് കൊണ്ടിരുത്തിയതാകാം എന്നുള്ള നിഗമനത്തിലേക്കും പോകാം. എന്നാലും നിലവിൽ അത് ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. അതായത് ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ പ്രദേശത്ത് പോലീസ് സേന ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏതായാലും നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇനി ഇവിടെ നിന്നും മൃതദേഹം എടുത്ത് മാറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ തുടർന്ന് നടപടികൾ നടത്തണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കക്കുഴപ്പത്തിലായിട്ടുള്ളത്. തീർച്ചയായും വിഷ്ണു, എന്തായാലും വലിയ രീതിയിൽ ഒരു വിവാദം തന്നെ ഉയർന്നിരുന്നു. അല്ലെങ്കിൽ മക്കളുടെ മൊഴി പ്രകാരം അച്ഛൻ പത്മാസനത്തിലിരുന്നു, സഹസ്രദള പത്മത്തിലെത്തി ബ്രഹ്മത്തിൽ ലയിച്ചു എന്നുള്ള തരത്തിലെല്ലാമാണ് മൊഴിയെല്ലാം നൽകിയത്. നമ്മളോടൊപ്പം പ്രദീപ് പാറശാലയുണ്ട്. പ്രദീപ് പാറശാല, ഈ ഒരു വാർത്തയുടെ തുടക്ക ഘട്ടത്തിൽ തന്നെ നമ്മളോടൊപ്പം ഇതിനെ സംബന്ധിച്ച് കൃത്യമായി റിപ്പോർട്ടുകൾ
നൽകിയിരുന്നു. പ്രദീപ്, എന്തായാലും ഇപ്പോൾ അവിടുത്തെ കല്ലറ പൊളിക്കുന്ന നടപടികൾ, അല്ലെങ്കിൽ കല്ലറ പൊളിച്ചു, മൃതദേഹം ഉണ്ടെന്ന് കണ്ടെത്തി, അത് ഗോപൻ സ്വാമിയുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അതിനെ തുടർന്ന് കൂടുതൽ വ്യക്തത വരട്ടെ. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് ഹൈന്ദവ സംഘടനകളൊന്നും ഇല്ല അല്ലേ? തീർച്ചയായും പോലെ തന്നെ ആദ്യം മുതലുള്ള ദുരൂഹതകൾക്കും മറ്റുള്ള ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരത്തിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് കൃത്യമായിട്ടും രാവിലെ മുതൽ തന്നെ പോലീസ് ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ ഇത്തരത്തിൽ ഈ സമാധി സ്ഥലത്തോട്ട് എത്തിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് പോലീസ് 200-ലധികം വരുന്ന ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ ഇവിടെ സുരക്ഷാ വലയം തീർത്തു. സുരക്ഷാ വലയം ഉദ്ദേശിക്കുന്നത് കൃത്യമായ രീതിയിൽ നടപടികൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയാണ്. ആ രീതി പൂർണ്ണമായി ചെയ്തതിനു ശേഷം, അതായത് മാധ്യമങ്ങൾക്കുൾപ്പെടെ ഈ പറയുന്ന ഭാഗത്ത് പ്രവേശനമില്ല. ഈ പറയുന്ന സമാധി സ്ഥലത്തിന് 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അകലെയാണ് നിൽക്കാനുള്ള അനുമതിയുള്ളത്. എന്തായാലും ആദ്യഘട്ട നടപടി ഈ പറയുന്നത് പോലെ രാജസേനൻ, ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ, ഈ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന ഇളയ മകൻ രാജസേനനെ സബ് കളക്ടർ എന്ന രാത്രി തന്നെ ഈ കുടുംബവുമായി സംസാരിച്ച് ധാരണ പ്രകാരം ഇതിന്റെ ഇത്തരത്തിൽ പൊളിക്കാനുള്ള നീക്കങ്ങൾ എന്താണ്, പോലീസ് നടത്തുന്ന നടപടികൾ പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഇന്ന് രാവിലെ മുതൽ ഈ സ്ഥലം അല്ലെങ്കിൽ കല്ലറ പൊളിക്കുക. ആദ്യ നടപടി പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഈ പറയുന്ന കുടുംബം പറയുന്നത് പോലെ തന്നെ ഈ മൃതദേഹം സമാധി രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന പൂജാതി കർമ്മങ്ങൾ ഇത്തരത്തിൽ സമാധിരിക്കുന്ന സമയത്ത് ഭസ്മം സുഗന്ധദ്രവ്യം ഉൾപ്പെടെ ഈ മൃതദേഹത്തിൽ കൃത്യമായി ചെയ്ത ശേഷം മാത്രം തന്നെയാണ് രണ്ടാമത്തെ ഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. കാരണം പുറത്തെടുത്തിരിക്കുന്നു. ഈ സമയം തന്നെയാണ് ജില്ലാ ഭരണകൂടവും പോലീസും ചെറിയ രീതിയിലുള്ള നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരം കൂടി നമുക്ക് പോകാൻ സാധിക്കും. തീർച്ചയായും എന്തായാലും മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക എന്നുള്ളതിൽ നമുക്കിപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു അല്ലേ പ്രദീപ്? തീർച്ചയായും ഇതിനൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട രീതി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മുന്നേ വരെ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ ഈ നിമിഷം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും സംസാരിച്ച രീതി അനുസരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പരിശോധന വേണം. എന്തായാലും സ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്നുള്ള രീതിയിലുള്ള വ്യക്തത വേണം. അത്തരത്തിൽ വ്യക്തത വേണമെങ്കിൽ കൂടുതലായിട്ടും നല്ല ഒരു പരിശോധന വേണം. തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ള സംവിധാനങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാൻ എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത്. തീർച്ചയായും എന്തായാലും മൃതദേഹം പുറത്തെടുത്തു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇനി ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. എന്തായാലും ഇനിയൊരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. കനത്ത സുരക്ഷ തന്നെയാണ് അവിടെ പോലീസ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് അല്ലേ പ്രദീപ്? തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധക്കാരും ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ എത്തിയിട്ടില്ല. പ്രതിഷേധങ്ങൾ ആദ്യമുണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ പിന്നെ ഉണ്ടായിട്ടില്ല. ഹിന്ദു സംഘടനകൾ ഇവരെ എപ്പോഴും പറയുന്ന ഈ സ്വാമിയുടെ കുടുംബക്കാർ എപ്പോഴും പറയുന്നത് അവർക്കൊപ്പം ഹിന്ദു ഐക്യവേദി സംഘടനകൾ ഉണ്ട് എന്നാണ്. പക്ഷേ ഹിന്ദു ഐക്യവേദി സംഘടനകൾ കൃത്യമായിട്ടും അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അവർ പറയുന്ന തരത്തിലാണ് കോടതിയുടെ മറ്റു നിയമ സംവിധാനങ്ങൾക്കൊപ്പമാണ് ഹിന്ദു ഐക്യവേദി എന്നും ഈ ഞങ്ങൾക്കൊന്നും തടസ്സമില്ല എന്നുള്ള വ്യക്തമായ മറുപടി ഇന്നലെ തന്നെ അവർ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള മാധ്യമങ്ങൾ വഴിയും അവർ പുറപ്പെട്ടു. ആ അടിസ്ഥാനത്തിൽ അവരുടെ പ്രതിഷേധം മാറി. ആ പ്രതിഷേധം മാറിയപ്പോൾ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾക്കും അയവ് സംഭവിച്ചു. നാട്ടുകാരായിരുന്നു പിന്നെ പ്രതിഷേധങ്ങൾക്ക് വന്നിട്ടില്ല. കുടുംബങ്ങൾ മാത്രമാണ് ഇന്ന് പറയുന്ന നടപടി ഇത് എന്നുള്ള കാര്യം വ്യക്തമാണ്. തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വിഷ്ണു കരുണാകരനിലേക്കും കൂടി ഒന്ന് പോകുന്നു. വിഷ്ണു, എന്തായാലും മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. നെഞ്ച് വരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിൽ കൂടിയാണ്. ഇനിയിപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിക്കഴിഞ്ഞാലും എപ്പോഴത്തേക്ക് മരിച്ചു അല്ലെങ്കിൽ ഏകദേശ കണക്കേ നമുക്ക് പറയാൻ സാധിക്കൂ. എന്തായാലും അതിന് കൃത്യമായൊരു സമയം നമുക്കതിൽ ലഭിക്കില്ല എന്നുള്ളതും കൂടിയുണ്ട്. ഏകദേശ മണിക്കൂറുകൾ മാത്രമേ പറയാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം അതിനൊരു നിർവചനം കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കൊരു വ്യക്തത ലഭിക്കില്ല. എന്നാലും പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഏത് ദിവസം മരിച്ചു അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചു എന്നുള്ളത് മാത്രമാണ് അല്ലേ?
കാളിദാസൻ അവിടെ ഒരു തിരുത്തുണ്ട്. അതായത് ഈ മരണം സംഭവിച്ചത് എപ്പോഴാണെന്നുള്ളതിന് ഉപരി ഇത് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി പോസ്റ്റ്മോർട്ടം വിവരത്തിലൂടെ തന്നെ അറിയാൻ സാധിക്കും. അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തന്നെ ഈ മരണകാരണം എന്താണ്, അതായത് ശ്വാസം മുട്ടിയാണോ മരിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ മരിച്ചതെന്നുള്ളത് വ്യക്തമാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മരണം ഈ സ്ലാബ് അടച്ചതിന് ശേഷം സംഭവിച്ചതാണോ എന്നുള്ള കാര്യം നിഗമനത്തിലേക്ക് പോലീസിന് എത്താനായി സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സംശയത്തിന് ഒരു മറുപടി എന്തായാലും അല്ലെങ്കിൽ ഒരു വിശദീകരണം കൃത്യമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതോടൊപ്പം തന്നെ എപ്പോഴാണ് സംഭവിച്ചത്, അതായത് ഈ മക്കൾ മൊഴി നൽകിയ സമയത്ത് തന്നെയാണ് മരണം സംഭവിച്ചത് നടക്കുമുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു രൂപം കിട്ടും. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് ഒരു വ്യക്തത ഈ റിപ്പോർട്ടിലൂടെ വരാൻ സാധിക്കും. അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൽ നിർണായകമായി വരാൻ പോകുന്നത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം ഇനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി അവിടെ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഏതായാലും ഈ ഗോവൻ സ്വാമിയെ സമാധിയായി എന്ന് പറയുന്ന സമയത്ത് പോലും ഒപ്പമുണ്ടായിരുന്ന കുടുംബക്കാരും പരിചയക്കാരും ഒക്കെ പറയുന്നത് ഇദ്ദേഹം കിടപ്പിലായിരുന്നു എന്നുള്ള കാര്യത്തിലാണ്. അതായത് കിടപ്പിലായി മരിച്ചതിന് ശേഷമാണോ ഈ കല്ലറയിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരേണ്ടതുണ്ട്. ഏതായാലും ഈ കല്ലറയ്ക്കുള്ളിൽ വെച്ചാണ് മരിച്ചതെങ്കിൽ ഏതായാലും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ സാധിക്കും. ആ ഒരു കാര്യത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഊന്നി നിൽക്കുന്നത്. ഏതായാലും വിശദമായ ഒരു റിപ്പോർട്ടിന് ശേഷം കൃത്യമായ അന്വേഷണം നടത്തി അതിനൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും. അത് തന്നെയാണ് വിഷ്ണു കരുണാകരനും പറയുന്നത്. എങ്ങനെ മരിച്ചു എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, എങ്ങനെ മരിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഏത് സമയത്ത് അല്ലെങ്കിൽ ഏകദേശ മണിക്കൂറുകൾ എപ്പോഴാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രേഖയെങ്കിലും നമുക്ക് ലഭിക്കും. എത്ര മണിക്കൂറുകൾ മുമ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു 9-ാം തീയതിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ വരുന്നത്. ആ ഒരു പോസ്റ്റർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നടന്നുപോയി അല്ലെങ്കിൽ ഈ ഒരു സമാധി ഒരു പത്മാസനത്തിലേക്ക് ഇരിക്കണമെങ്കിൽ തീർച്ചയായും ആ ഒരു ഗോപൻ സ്വാമി തന്നെ വിചാരിച്ചാലേ അത്തരത്തിലൊരു പത്മാസനത്തിലേക്ക് ഇരിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബന്ധു പറഞ്ഞ മൊഴിയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളൊരു സംശയം കൂടി നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ പ്രദീപ് പാറശാലയിലേക്ക് പോവാണ്. പ്രദീപ്, എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. കാരണം പത്മാസനത്തില് ഇരുന്ന് സമാധിയായ ഒരു വ്യക്തി എന്നുള്ള തരത്തിലാണ് മക്കൾ പറഞ്ഞത്. കല്ലറ പൊളിച്ചപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ആ ഒരു മൃതദേഹം കാണുകയും ചെയ്തത്. എങ്ങനെയായാലും ബന്ധു പറഞ്ഞ ഒരു മൊഴിയുണ്ട്, ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു ഗോപൻ സ്വാമി എന്നുള്ള തരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൊഴിയിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ആ ബന്ധു ആരോപിച്ചതുപോലെ തന്നെയാണ് ഇദ്ദേഹം ചികിത്സയിലായിരുന്നത്. പാറശാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ ചികിത്സയിലായിരുന്ന ഈ ഗോപൻ സ്വാമി എങ്ങനെയാണ് അല്ലെങ്കിൽ 100 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന 5 വർഷം മുന്നേ സ്ഥാപിച്ച ഈ സമാധി പീഠത്തിൽ പോയി ഇരുന്ന് സമാധി ആയി വിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇദ്ദേഹം ചികിത്സയിലായിരുന്നു, 100% ചികിത്സയിലായിരുന്നുള്ള വിവരങ്ങളാണ് കോടതിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന ഇവരുടെ വക്കീൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ സുഖമില്ലാതെ ആൾ ഇത്തരത്തിൽ നടന്ന് എങ്ങനെ പോകുന്നുള്ള ചോദ്യമുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരമാണ് കൃത്യമായിട്ടും ഈ നടന്നാണോ, ഇത് എങ്ങനെയാണ് മരണം സംഭവിച്ചത്, സ്വാഭാവിക മരണമാണോ, അതൊക്കെയുള്ള വേണ്ട ആന്തരിക അവയവങ്ങളുള്ള പരിശോധനകൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള പരിശോധനകൾ കൂടെ മാത്രമേ നമുക്ക് ഇതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ദുരൂഹത തന്നെയാണ് നാട്ടുകാർ ആദ്യം മുതൽ ഉന്നയിക്കുന്നത്. ഗോപൻ സ്വാമി അല്ലെങ്കിൽ ഇവരുടെ മണി, ഈ നാട്ടുകാർക്ക് മണിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മണിയൻ എങ്ങനെയാണ് ഇത്തരത്തിൽ സുഖമില്ലാതെ കിടന്നത്, നടന്നുപോയി സമാധിയിരുന്നു, അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ആദ്യമേ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് കാരണമുണ്ട്. കാരണം ഈ സമാധി പോസ്റ്റർ രാവിലെ കാണുന്നതോടെയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ചോദ്യങ്ങൾക്കും വലിയ ദുരൂഹതകൾക്കും ഉള്ള വഴിയൊരുക്കുന്നത്. അത് തീർച്ചയായിട്ടും അറിയണം. അതോ ഇതിന്റെ അകത്ത് ഈ പറയുന്നതിലൂടെ സ്വാമിയുടെ മൃതദേഹം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യമേ ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ മണിക്കൂറുകൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാളിദാസ്. പ്രദീപ, എന്തായാലും ഈ ഒരു മൃതദേഹം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അത് മൃതദേഹം എന്ന് വിളിക്കുന്നു, കല്ലറയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു എന്നും അറിയുന്നു, ഇനി പോസ്റ്റ്മോർട്ടം ഉണ്ടാവും എന്നുകൂടി അറിയുന്നു. എങ്ങനെയാണെങ്കിലും ഇത് മൃതദേഹമാണ് അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ മൃതദേഹമായിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിരീകരണം എങ്ങനെയാണ് വരുത്തിയത്?
നിലവിൽ അത്തരത്തിലുള്ള സ്ഥിരീകരണമായിട്ടില്ല. കൃത്യമായിട്ടും ഈ പറയുന്ന മകൻ ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനന്റെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ സമാധി സ്ഥലം പൊളിക്കുവാനുള്ള നീക്കമായി എത്തിയത്. കൃത്യമായിട്ടും ഈ ഇരുന്ന് എങ്ങനെയിരിക്കുന്നത് തലഭാഗം എവിടെയാണെന്നുള്ള കൃത്യമായി ഈ രാജസേനോട് ചോദിച്ചതിന് മാത്രം അയാൾ പറയുന്ന രീതിക്കനുസരിച്ച് മാത്രമാണ് ഈ സമാധി പീഠം പൊളിക്കുവാനുള്ള നീക്കമെത്തിയത്. അത്തരത്തിലൊരു നടപടി തന്നെയാണ് ഉണ്ടായത്. ആ സമയവും ഇവർ പറയുന്നത് സമാധി ഇരുന്നു എന്നുള്ള രീതിയിലാണ് ഈ രാജസേന പറയുന്നത്. എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോഴും ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴും ഇവർ നാളെ കോടതിയിൽ ഉന്നയിക്കുന്ന ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ ഈ പറയുന്ന സമാധിയായ ഒരു അച്ഛനോട് അല്ലെങ്കിൽ സമാധിയായ സ്വാമിയോട് ഈ മൃതദേഹയുടെ അനാദരവ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം കൂടി ഈ പറയുന്ന ഭരണകൂടവും പോലീസിന്റെ ഭാഗത്തുണ്ട്. അതുകൂടി വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മറ്റുള്ള നടപടികൾ എടുക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. തീർച്ചയായും എന്തായാലും അതിൽ ആ ഒരു ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച രീതിയിലായിരുന്നു ആ ഒരു കല്ലറ ഇരുന്നിരുന്നത്. അതിനെ ചുറ്റും മൃതദേഹത്തിൽ മൊത്തം അത്തരത്തിലൊരു ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതിൽ പകുതിയോളം ആയിരുന്നു ആദ്യം പുറത്തെടുത്തപ്പോൾ കണ്ടിരുന്നത്. ഇപ്പോൾ മൃതദേഹം പൂർണ്ണമായും പുറത്തെടുത്തു എന്ന് പറയാം, അല്ലേ പ്രദീപേ? തീർച്ചയായിട്ടും രാവിലെ 6:30 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ആരംഭിച്ച ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിക്കുവാനുള്ള നീക്കം ആരംഭിച്ച സമയത്ത് ആ സമയത്ത് തന്നെയാണ് ഈ തലഭാഗം താഴോട്ടുള്ള ഭാഗം പൂർണ്ണമായിട്ടും സുഗന്ധദ്രവ്യങ്ങളായിരുന്നു, ഭസ്മമുണ്ടായിരുന്നു, കർപ്പൂരമുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റുവാൻ തന്നെ ഈ പറയുന്ന തൊഴിലാളികൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. തൊഴിലാളികൾക്ക് പാടുണ്ടായിരുന്നു. എന്നാലും മൃതദേഹത്തിന് വലിയ പഴക്കമുണ്ടായില്ല. കാരണം ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ടാകാം ഈ മൃതദേഹത്തിന് അഴകിയ രീതിയിലുള്ള വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ പൂർണ്ണമായും പുറത്തെടുക്കുവാനുള്ള ഒരു എളുപ്പ സംവിധാനം ഉണ്ടായി. ഇപ്പൊ പൂർണ്ണമായിട്ടും ഈ മൃതദേഹം പുറത്തെടുത്തു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ആ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് സംവിധാനങ്ങൾ വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും നമ്മൾ വിഷ്ണു കരുണാകരനിലേക്കും കൂടെ പോകുന്നു. വിഷ്ണു, എന്തായാലും മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹത്തിൽ മറ്റ് പരിക്കുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലെ പരിക്കുകളുടെ പാടുകളൊന്നും ഇല്ല എന്നുള്ള ഒരു നിഗമനം കൂടി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? നമ്മൾ പ്രദീപ് പാറശാലയിലേക്ക് പോകുന്നു. പ്രദീപ, എന്തായാലും ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. വിഷ്ണു കരുണാകരൻ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളോടൊപ്പം ചേരും. പ്രദീപ, മൃതദേഹം പുറത്തെടുത്ത സമയത്ത് ഇനി നമുക്ക് അറിയാനുള്ള കാര്യം എന്ന് പറയുന്നത് മൃതദേഹത്തിൽ മറ്റ് പാടുകളോ അല്ലെങ്കിൽ മുറിപ്പാടുകളോ അല്ലെങ്കിൽ അപകടം സംഭവിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും അടി കൊണ്ട പാടുകളോ അത്തരത്തിലൊരു പാടുകളൊന്നും മൃതദേഹത്തിൽ കണ്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പാടുകളൊന്നും ഇല്ല എന്നുള്ളൊരു നിഗമനം കൂടി നമുക്ക് ആ ഒരു പ്രദേശത്തു നിന്നും അല്ലെങ്കിൽ പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആദ്യമേ തന്നെ മൃതദേഹം പുറത്തെടുത്ത സമയത്ത് അത്തരത്തിലുള്ള ഒരു സൂചന ഒന്നും ലഭിച്ചിട്ടില്ല. കാരണം അത്തരത്തിൽ കാലിൽ ചെറിയ വ്രണം നേരത്തെ സമയത്ത്, അതായത് ആദ്യമേ പറയുന്നുണ്ട് പ്രമേഹ രോഗിയായിരുന്നു, അതിന്റെ ചികിത്സയിലായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ വ്രണങ്ങൾ ആദ്യം കാലിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. കൃത്യമായി കാലിൽ ആദ്യം ആ ഒരു വ്രണമുണ്ട്, കാലിൽ നടക്കാനുള്ള ചെറിയ വിഷമഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന മകൻ രാജസേനൻ ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ചികിത്സ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും കാലിൽ വ്രണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് അത്രയും സൂചന ലഭിക്കുന്നില്ല. അത് വരും സമയം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇൻക്വസ്റ്റിന്റെ നമ്മുടെ ഇവിടെയുള്ള വിവരങ്ങൾ നമുക്ക് നൽകാനാകും. എന്തായാലും ആദ്യമേ ഈ പറയുന്ന നടപടികൾ നടന്നുകൊണ്ടുവരികയാണ്. മൃതദേഹത്ത് മറ്റുള്ള ഈ പറയുന്ന കാളിദാസൻ ചോദിച്ചതുപോലെയുള്ള ഈ വ്രണങ്ങളുണ്ടോ എന്നുള്ള വ്യക്തമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. ഏതാനും മിനിറ്റുകൾക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമായി നമുക്ക് നൽകാനാകും. ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് എന്നുള്ള തരത്തിലും നിഗമനം ലഭിക്കുന്നുണ്ട്. നമ്മൾ വിഷ്ണു കരുണാകരനിലേക്കൊന്ന് പോകുന്നു. വിഷ്ണു, ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് സബ് കളക്ടർ അടക്കം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. മറ്റേതൊക്കെ അധികൃതരാണ് അല്ലെങ്കിൽ മുതിർന്ന അധികൃതരാണ് ഇപ്പോൾ ആ ഒരു പ്രദേശത്തുള്ളത്? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം എല്ലാ ആളുകളും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശത്ത് ഒരു ദുർഗന്ധം വന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഏതായാലും കൃത്യമായൊരു നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ഇവിടെ പ്രദേശത്ത് വേറെ സംഘർഷ സാധ്യത ഒന്നും കാണുന്നില്ല. ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്, ചുമതലയുള്ള ആളുകളെല്ലാം കൃത്യമായി സ്ഥലത്ത് സംഭരിച്ചിട്ടുണ്ട്. ഏതായാലും മാധ്യമങ്ങളൊക്കെ അല്പം മാറിയാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കല്ലറ പൊളിച്ച് ആ പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത്. ഏതായാലും
ഈ ബാക്കി എങ്ങനെയാണ് ഈ മരണം നടന്നതെന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നത്. ഏതായാലും റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൽ അറിയാൻ സാധിക്കും. അതായത് ഈ കല്ലറയിൽ വെച്ചാണ് മരണപ്പെട്ടതെങ്കിൽ ശ്വാസകോശത്തു നിന്നും ഈ പൊടിയടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഭസ്മടക്കമുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കല്ലറയ്ക്ക് പുറത്തു വെച്ചാണ്, അതായത് വീട്ടിൽ വെച്ച് മരണം നടന്നതിന് ശേഷം ഈ മൃതദേഹം അവിടെ കൊണ്ട് വച്ചതാകാം എന്നുള്ള നിഗമനവുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മൃതദേഹം വെച്ചത് കൊണ്ടു വെച്ചതാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ ഒരു പൂർണ്ണമായ ഒരു വിശദീകരണം വരെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാകൂ. അതായത് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും കൃത്യമായി പോലീസ് ഇപ്പോൾ എൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഇവിടെ നിന്നും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിനു ശേഷം അതായത് ഇപ്പോൾ സംഘർഷ സാധ്യത പൂർണ്ണമായി ഒഴിവായിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്രദേശത്ത് നിന്ന് മാറി ഏതായാലും പോലീസ് കൃത്യമായി പോലീസ് സമൂഹം ഇവിടെ തന്നെയുണ്ട്. പല പ്രദേശങ്ങളിൽ ഇവിടേക്ക് വരാനുള്ള വഴിയിൽ തന്നെ പലയിടത്തും പോലീസുണ്ട്. ഏതായാലും അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോൾ നിലവിൽ ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഏതായാലും മൃതദേഹത്തിൽ നിന്നും ഇനി പൂർണ്ണമായ ഒരു പരിശോധന നടന്നതിന് ശേഷം ഇനി പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മാത്രമാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ, അത് എപ്പോഴാണ് മരണം സംഭവിച്ചത്, എങ്ങനെയായിരിക്കാം മരണകാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും എന്തായാലും അവിടെ അധികൃതരുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളാണ്. ഇൻക്വസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു, ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. എന്തായാലും സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ സാധിക്കാത്തത് എന്നുള്ള കാര്യം കൂടി നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ മുൻപത്തെ പല സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപത്തെ പല കേസുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടപടി അല്ലെങ്കിൽ പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയാത്തത് എന്നുള്ള കാര്യത്തിനും കൂടി നമുക്ക് വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ വിഷ്ണു? കാളിദാസൻ അവിടെ ഒരു തിരുത്തുണ്ട്. അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ആശുപത്രിയിൽ വെച്ച് നടത്തുന്നത് തന്നെയാണ് ഏറ്റവും സൗകര്യപ്രദം. അതുകൊണ്ട് അങ്ങനെ തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്കായിരുന്നു ആദ്യം കടന്നത്. എന്നാൽ മൃതദേഹം പൂർണ്ണമായി അഴുകുകയോ അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരികയോ ഈ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയോ ചെയ്താൽ മാത്രമാണ് ഈ പ്രദേശത്ത് വെച്ച് അടിയന്തരമായി ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരികയുള്ളൂ. എന്നാൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. പൂർണ്ണമായി അഴുകിയ നിലയിലല്ല മൃതദേഹം ഉള്ളത്, ഭാഗികമായി അഴുകിയ നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മൃതദേഹം മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത തന്നെയാണ് പോലീസ് നോക്കുന്നത്. അതായത് കൃത്യമായ ഒരു അന്വേഷണം വേണം, അതിനായി കൃത്യമായ റിപ്പോർട്ട് വേണം, അതിൽ ഒരു വിശദമായ ഒരു അന്വേഷണത്തിനായി. അതുകൊണ്ട് ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഔദ്യോഗികമായി ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതെ, എന്തായാലും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നതിൻ്റെ ഒരു, അല്ലെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ച് നടത്താമെന്നുള്ള തീരുമാനത്തിനൊരു ഉത്തരമാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്. മൃതദേഹം അഴുകിയ ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലെത്തി കൃത്യമായി പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് അധികൃതർ അവിടെ ഉള്ളത്. എന്തായാലും നമ്മൾ ഈ ഒരു വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്തും. വിഷ്ണു കരുണാകരനും പ്രദീപ് പാറശാലയും തുടരുക. നമുക്കിപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേള.